ഹലോ ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓൾട്ടർനേറ്റർ സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1-ൽ വോൾട്ടേജ് റെഗുലേറ്ററും റെക്ടിഫയറും ഒക്കെ അയക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി അയക്കുന്നത് മുതൽ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി അയക്കുകയാണ്. ഇതാണ് പുള്ളി. ചിലതിൽ സെർപ്പൻറ്റൈൻ ടൈപ്പ് ആയിരിക്കും. ഇത് വി ബെൽറ്റിൻ്റെ ടൈപ്പാണ്. ഇതിൻ്റെ ഷേപ്പ് നോക്കിയാൽ മതി, വി ആകൃതി കാണാൻ പറ്റും. ഓൾട്ടർനേറ്റർ കറങ്ങുമ്പോൾ ഈ ഷാഫ്റ്റാണ് കറങ്ങുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്റ്റേറ്ററും റോട്ടറും, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അത് അയക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ബാക്കിയുള്ള ബോൾട്ടുകൾ കൂടി അയക്കാം. ഒന്ന്, 2, 3, 4 ബോൾട്ടുകളാണുള്ളത്. അതിൽ 2 ബോൾട്ട് അങ്ങോട്ട് 2 ബോൾട്ട് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കവറ്, ഇതിൻ്റെ ബോഡി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ആണ് കാണുന്നത്. ഈ ഭാഗത്തും അപ്പുറത്തെ ഭാഗത്തും രണ്ട് ബെയറിങ് വരും. ഒരു ബെയറിങ് ഈ ഭാഗത്ത് വരും, മറ്റേ ബെയറിങ് അപ്പുറത്തെ ഭാഗത്താണ് വരിക. ഈ കാണുന്നത് ഇതിൻ്റെ ഫാനാണ്. ചിലതിന് പുറത്തായിരിക്കും ഫാൻ ഉണ്ടാവുക, ഉള്ളിലായിരിക്കില്ല. അങ്ങനത്തെ മോഡലുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റേറ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്ററും അതുപോലെ തന്നെ റോട്ടറുമാണ്. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പാർട്ടാണ്, അതായത് കറങ്ങാത്ത ഒരു ഭാഗമാണ്. റോട്ടർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ റോട്ടറും സ്റ്റേറ്ററും സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ റോട്ടർ. അതുപോലെ ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റർ. ഈ 2 സാധനങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേറ്ററിലായിരിക്കും. ഇതാണ് ഇതിൻ്റെ കറങ്ങുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇതിന് 2 ബെയറിങ് വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ബെയറിങ് കാണുന്നതാണ് റോട്ടർ ഷാഫ്റ്റിൻ്റെ മേലെ ഇവിടെ കാണുന്ന ബെയറിങ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റോട്ടർ ഷാഫ്റ്റിൻ്റെ ഈ ഭാഗം കയറി നിൽക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഇതൊരു ബെയറിംഗ് ആണ്, അതായത് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറി നിൽക്കും. അതായത് ഈ ഷാഫ്റ്റിൻ്റെ 2 എൻഡിലും ഓരോ ബെയറിംഗ് വരുന്ന അർത്ഥം. ഇതാണ് മറ്റേ ബെയറിംഗ്. എങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്ററിൽ അല്ലെങ്കിൽ ഒരു ജനറേറ്ററിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണ്. മൈക്കൽ ഫാരഡേ കണ്ടെത്തിയതെന്ന് വെച്ചാൽ, ഒരു കാന്തിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു കാന്തം വെച്ച് കഴിഞ്ഞാൽ ആ കാന്തത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇങ്ങനെയുള്ള ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ഈ കാന്തിക മണ്ഡലത്തെ ഒരു വൈദ്യുത അല്ലെങ്കിൽ ഒരു കമ്പിച്ചുരുൾ കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കമ്പിച്ചുരുൾ കറങ്ങുന്ന സമയത്ത് ആ കമ്പിച്ചുരുളിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിന് ഒന്നുകിൽ കാന്തം കറങ്ങിക്കൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ കമ്പിച്ചുരുൾ കറങ്ങിക്കൊണ്ടിരുന്നാൽ മതി. ഒരു ഡൈനാമോ എടുക്കുകയാണെങ്കിൽ കാന്തം സ്റ്റേഷനറിയായി നിൽക്കും, കമ്പിച്ചുരുളാണ് കറങ്ങുന്നത്. അവിടെ കമ്പിച്ചുരുളിൽ നമുക്ക് ആർമേച്ചർ എന്നാണ് പറയുന്നത്. കമ്പിച്ചുരുളാണ് ഒരു ഡൈനാമോയിൽ കറങ്ങുന്നത്. പക്ഷേ ഒരു ഓൾട്ടർനേറ്ററിൻ്റെ കേസ് എടുക്കുമ്പോൾ ഓൾട്ടർനേറ്ററിൽ കാന്തമാണ് കറങ്ങുന്നത്. അതാണ് അതിൻ്റെ പ്രധാന വ്യത്യാസം. കാന്തം കറങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് അല്ല കറങ്ങുന്നത്, അതിന് പകരം ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ് കറങ്ങുന്നത്. ഈ കാണുന്ന റോട്ടർ, ഇതാണ് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ ഇതാണ് ഇവിടെ കാന്തമാകുന്നത്. ഇത് നോർമലി കാന്തമല്ല. നമ്മളിതിലേക്ക് എന്ത് ചെയ്യും, കറണ്ട് കൊടുത്ത് ഇതിനെ കാന്തമാക്കി ഇതിനെ കറക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാന്തം കറങ്ങും, കമ്പിച്ചുരുളിൽ കറണ്ട് ഉണ്ടാവും. നമ്മൾ സ്കൂളിൽ പച്ചിരുമ്പിനെ കൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് ആക്കുന്നത് പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു സ്ക്രൂ ആണ്. അതിന് പകരം ചെറിയൊരു ആണി എടുക്കുക. ആണിക്ക് ഒരു കോപ്പറിൻ്റെ വയർ അടുപ്പിച്ച് ചുറ്റുക, കോട്ടിങ്ങുള്ളൊരു കോപ്പറിൻ്റെ വയർ അടുപ്പിച്ച് ചുറ്റുക, ഒരു കമ്പിച്ചുരുളുകൾ ചുറ്റി വെക്കുക. ഇതിൻ്റെ ഒരറ്റം ബാറ്ററീൻ്റെ പോസിറ്റീവിലും മറ്റേ അറ്റം നെഗറ്റീവിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ആണി കാന്തമായിട്ട് മാറും.
നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ആണിക്ക് ചുറ്റും കമ്പിച്ചുരുൾ ചുറ്റി അതിനെ കാന്തമാക്കിയത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഈ കാണുന്ന വൈദ്യുത കാന്തവും. അതിൻ്റെ കൺസ്ട്രക്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കോയിൽ കാണാൻ പറ്റും. ഈ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പുള്ളതിനെ ഫിംഗർ പോൾ എന്നാണ് പറയുക. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നേരിയ വയറ്, കനം കുറഞ്ഞിട്ടുള്ള വയറ് ഒരുപാടെണ്ണം ചുറ്റിയിട്ട് കാണാൻ പറ്റും. ശ്രദ്ധിച്ചാൽ മതി. ഇതിനാണ് ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത്. ഈ ഫീൽഡ് കോയിലിൻ്റെ 2 അറ്റം ഉണ്ടാകും. സാധാരണ ഒരു വയറിന് 2 അറ്റമാണ് ഉണ്ടാകുന്നത്. ആ വയറിൻ്റെ ഒരറ്റം ഈ കാണുന്ന സ്ലിപ്പ് റിംഗ് ആണ്. മറ്റേ അറ്റം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ലിപ്പ് റിംഗ് ആണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഷാഫ്റ്റാണ്. ഈ നടുക്കൊരു ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് ചുറ്റും നമ്മൾ എന്ത് ചെയ്തു, വൈദ്യുതി കടക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കോപ്പറിൻ്റെ ഒരു വയർ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ആ ചുറ്റി വെച്ച വയറിൻ്റെ ഒരറ്റം ഇവിടെയും മറ്റേ അറ്റം ഇവിടെയും കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആണി ആണ് കൊടുത്തിട്ടെങ്കിൽ നമുക്കതിനെ കറക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് വൈദ്യുത കാന്തം കറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൊടുത്ത് ഇതിനെ കറക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു വയറിങ് നേരെ സ്ഥിരമായി കൊടുത്തു വെക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തു വെച്ചാൽ എന്ത് സംഭവിക്കും, വയറിങ് പിരിഞ്ഞ് പൊട്ടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രഷ് ഹോൾഡർ കൊടുത്തിരിക്കുന്നത്. ഈ ബ്രഷ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്നും ഉള്ള കറണ്ട് ബാറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യും, ഇതുവഴി ഈ സ്ലിപ്പ് റിങ്ങിലേക്ക് കൊടുക്കും. അപ്പോൾ ഇത് കറങ്ങിക്കൊണ്ട് തന്നെ ഇതൊരു വൈദ്യുത കാന്തമായി മാറും. ഇവിടെ കാന്തത്തിൻ്റെ ശക്തി കൂട്ടാനും കുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ കാന്തത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഇവിടെ സാധാരണ ഒറ്റൊരു ഇരുമ്പിൻ്റെ ഒരു പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാന്തം ഉണ്ടാവും. ആ കാന്തത്തിന് ഒരു നോർത്ത് പോളോ ഒരു സൗത്ത് പോളോ ഉണ്ടാവും. പക്ഷേ കാന്തത്തിൻ്റെ ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ ഓൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഫിംഗർ പോളുകൾ ഉണ്ടാക്കി. 1, 2, ഇവിടെ 12 ഫിംഗർ പോളുകളുണ്ട്. 6 എണ്ണം ഒരു ഭാഗത്തും 6 എണ്ണം മറ്റേ ഭാഗത്തും. അപ്പോൾ നമ്മളിതിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കോയിലിൽ കറണ്ട് വരും. അത് ഈ ഷാഫ്റ്റിൻ്റെ മേലേക്ക് വരില്ല. പക്ഷേ ഇവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ഈ കാന്തിക മണ്ഡലം ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ഒരു ഭാഗം നോർത്ത് പോളായിട്ടും ഒരു ഭാഗം സൗത്ത് പോളായിട്ട് മാറും. അങ്ങനെ ഇത് നോർത്ത് പോളാണെങ്കിൽ ഇത് സൗത്ത് പോള്, ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്, നോർത്ത് പോള്, സൗത്ത് പോള്. അപ്പോൾ ഒരു വലിയൊരു കാന്തമായിട്ട് ഇത് മാറും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന കറണ്ടിൻ്റെ അളവിനെ നമുക്ക് കൂട്ടാനോ കുറക്കാനോ പറ്റും. അങ്ങനെ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്ന ആളാണ് വോൾട്ടേജ് റെഗുലേറ്റർ. എന്തിനാണ് ഈ വോൾട്ടേജ് റെഗുലേറ്റർ ഇങ്ങനെ കറണ്ടിൻ്റെ അളവിനെ കൂട്ടും കുറക്കുകയും ചെയ്യുന്നത് വെച്ചാൽ ഈ കാന്തത്തിൻ്റെ അളവിനെ, കാന്തത്തിൻ്റെ ശക്തിയെ നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഫ്രണ്ട്സ്, വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം പാർട്ട് 3 കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.